പൊട്ടാസ്യം ബ്ലഡിൽ കൂടി നിൽക്കുന്ന പേഷ്യൻസിന് അല്ലെങ്കിൽ ഹൈപ്പർ കലീമിയ ഉള്ള പേഷ്യൻസിന് കയക്സലേറ്റ് ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് കൊടുക്കാറുണ്ട്. അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അതിൻ്റെ മെക്കാനിസം എന്താണെന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, ആദ്യം തന്നെ പറഞ്ഞോട്ടെ, ഇത് എമർജൻസിയിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡ്രഗ് അല്ല. എമർജൻസി ഞാൻ പറഞ്ഞത് പൊട്ടാസ്യം അത്രയ്ക്ക് അങ്ങോട്ട് കൂടി നിന്നിട്ട് പ്രത്യേകിച്ച് ഹാർട്ടിനെയൊക്കെ ബാധിക്കുമ്പോൾ, ഓക്കെ, അല്ലെങ്കിൽ ഇങ്ങനെ പറയാം ECG ചേഞ്ചസ് ഒക്കെ ഉണ്ടെങ്കിൽ, ടോൾ പീക്ക്ഡ് ടി വേവ് ഒക്കെ റിപ്പീറ്റ് എക്സാംസിൽ ചോദിക്കാറുള്ള ഹൈപ്പർ കലീമിയയുടെ ECG ഫൈൻഡിങ് ആണ്, അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ചേർത്തു എന്നുള്ളേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ചേഞ്ചസ് ഉള്ള സാഹചര്യത്തിൽ, അങ്ങനെയുള്ള എമർജൻസിയിൽ കയക്സലേറ്റ് നല്ലൊരു ഓപ്ഷൻ അല്ല. കാരണം കയക്സലേറ്റ് കുറച്ച് ടൈം എടുത്തിട്ടാണ് പൊട്ടാസ്യത്തിനെ കുറച്ച് തരുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ എന്ന് വെച്ചാൽ ECG ചേഞ്ചസ് ഉള്ള ഹാർട്ടിനെയൊക്കെ ബാധിക്കുന്ന എമർജൻസി സിറ്റുവേഷനിൽ കാൽഷ്യം ഗ്ലൂക്കോണേറ്റ് ആണ് ഫസ്റ്റ് പ്രയോറിറ്റി ഓപ്ഷനായിട്ട് കൊടുക്കാൻ പറ്റുന്നത്. ഓക്കെ, ഹാർട്ടിനെ സ്റ്റെബിലൈസ് ചെയ്യുക എന്നുള്ളതാണ് അവിടുത്തെ പ്രാധാന്യം. പിന്നെ നമുക്ക് ഇൻസുലിൻ പ്ലസ് ഗ്ലൂക്കോസ് അല്ലെങ്കിൽ ഡെക്സ്ട്രോസ് കൊടുത്തിട്ട് പൊട്ടാസ്യത്തിനെ സെല്ലുകളിലോട്ട് കയറ്റി വെച്ചിട്ട് അങ്ങനെ പൊട്ടാസ്യം പെട്ടെന്ന് കുറച്ച് കൊണ്ടുവരാനൊക്കെ പറ്റും. ആ ഇനിഷ്യൽ ട്രീറ്റ്മെൻറ്റിന് ശേഷം കയക്സലേറ്റ് ഒരു നല്ല ഓപ്ഷനാണ്, പിന്നെയും പൊട്ടാസ്യം കൂടി നിൽക്കുന്നുണ്ടെങ്കിൽ. അല്ലാന്നുണ്ടെങ്കിൽ മൈൽഡ് ടു മോഡറേറ്റ് കേസുകളിലും കയക്സലേറ്റ് ഉപയോഗിക്കാമെന്ന് പറയുന്നു. CKD പോലുള്ള കേസുകൾ, ക്രോണിക് കിഡ്നി ഡിസീസിലൊക്കെ പെർസിസ്റ്റൻ്റ് ആയിട്ട് പൊട്ടാസ്യം കൂടി നിൽക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ലോങ് ടൈം ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടൊക്കെ കയക്സലേറ്റ് യൂസ് ചെയ്യാം. ഇത് ഓറലിയും എനിമയായിട്ടും യൂസ് ചെയ്യാറുണ്ട്. ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത് ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ഇതെങ്ങനെയാണ് പൊട്ടാസ്യത്തിനെ കുറച്ച് തരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് ബേസിക്കലി അതിന് മറ്റൊരു പേരുണ്ട്, സോഡിയം പോളിസ്റ്റൈറിൻ സൾഫേറ്റ് എന്ന് പറയും. ഓക്കെ, ബേസിക്കലി ഇത് സോഡിയം ആണല്ലോ ഉള്ളത്. അപ്പോൾ ഇത് ലാർജ് ഇൻഡസ്റ്റൈനിലാണ്. ഇൻഡസ്റ്റൈനിൽ പ്രത്യേകിച്ച് ലാർജ് ഇൻഡസ്റ്റൈനിൽ കോളോൺ ആണ് അതിൻ്റെ പ്രൈമറി സൈറ്റ് എന്ന് പറയുന്നത്, ഇതിൻ്റെ മെക്കാനിസം മെയിനായിട്ട് നടക്കുന്നത്. അപ്പോൾ ഈ മരുന്ന് ചെന്നിട്ട് സോഡിയത്തിനെ വിട്ടുകൊടുത്തുകൊണ്ട് പൊട്ടാസ്യത്തിനെ ബൈൻഡ് ചെയ്തിട്ട് ആ പൊട്ടാസ്യത്തിനെ സ്റ്റൂളിലൂടെ എക്സ്ക്രീറ്റ് ഔട്ട് ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നമുക്ക് പൊട്ടാസ്യത്തിനെ കുറച്ച് കൊണ്ടുവരാൻ സാധിക്കില്ലേ? ചിന്തിച്ച് നോക്കിയാൽ അത് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഒരു എക്സ്ചേഞ്ച് ആണ് നടക്കുന്നത്. ഈ ഒരു ഡ്രഗിലുള്ള സോഡിയത്തിനെ സോഡിയത്തിനെ കൊടുത്തുകൊണ്ട് പൊട്ടാസ്യത്തിനെ ബൈൻഡ് ചെയ്യിച്ചിട്ട് ആ പൊട്ടാസ്യത്തിനെ സ്റ്റൂളിലൂടെ പുറത്ത് കളഞ്ഞുകൊണ്ട് ആണ് പൊട്ടാസ്യത്തിനെ ബോഡിയിൽ ഇത് കുറയ്ക്കുന്നത്. ഓക്കെ, അതാണ് ഇതിൻ്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ പൊട്ടാസ്യം കണ്ടമാനം കുറഞ്ഞു പോയി കഴിഞ്ഞാൽ ഹൈപ്പോകലീമിയയുടെ റിസ്ക് ഉണ്ട്. അപ്പോൾ പൊട്ടാസ്യം കുറയുന്നുണ്ടോ എന്നും കൂടെ ഇവിടെ മോണിറ്റർ ചെയ്യുക. അപ്പോൾ വീഡിയോ ഒന്ന് സേവ് ചെയ്തിട്ടുള്ളൂ, ഉപകാരപ്പെടും. അതുപോലെ തന്നെ DHA, HAD, MOH, പ്രോമെട്രിക്, എംഗ്ലെക്സാറും പോലുള്ള എക്സാംസിന് ചോദിക്കുന്ന പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ക്ലാസ്സസ് 10 to 15 മിനിറ്റ്സ് ഡ്യൂറേഷനിലുണ്ടാവും. അതുപോലുള്ള ക്ലാസ്സുകൾ, സ്പെഷ്യൽ റീൽസും ഒക്കെ ആയിട്ട് ഫേസ്ബുക്കിൽ സബ്സ്ക്രിപ്ഷനായിട്ടും അതുപോലെ തന്നെ യൂട്യൂബിലും മെമ്പേഴ്സ് ഉള്ളിലും ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. ഇതേ എക്സാംസിന് വേണ്ടിയിട്ട് നമ്മൾ മെയിൻ കോഴ്സുകൾ, തിയറിയും ക്വസ്റ്റ്യൻ ഡിസ്കഷനും ഒക്കെ ഉൾപ്പെടെ കൊടുക്കുന്നുണ്ട്. നഴ്സിംഗ് ഫ്ലൈസ് ലെക്ചേഴ്സ് ആപ്പിലും വെബ്സൈറ്റിലുമായിട്ട് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് ഞാൻ കൊടുത്തിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യാം.